ഡിസ്കസ് ചെയ്യുന്നത് ഡെയിലി പ്രോസസ് ഫോർ HR എക്സിക്യൂട്ടീവ് ഇൻ ഹോസ്പിറ്റൽ എന്നുള്ളതാണ്. ഒരു വർക്ക് ഫ്ലോ HR എന്നുള്ളത് ജസ്റ്റ് ഒരു ഹയറിംഗ് എന്നുള്ള ഇത് മാത്രമല്ല, അതിന്റെ മുന്നോടിയായിട്ടുള്ള കുറച്ച് പ്രോഗ്രാമുകളുണ്ട്. ഒരു HR റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന്റെ അതിന്റെ ഫ്ലോ ചാർട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. സ്റ്റാർട്ട് ചെയ്തു. ഏത് ജോബ് ആണെന്നുണ്ടെങ്കിൽ അനലൈസ് ചെയ്യുക, ഏത് ജോബിലേക്കാണ് നമുക്ക് പോസ്റ്റ് ചെയ്യേണ്ടതെന്ന്. എന്നിട്ട് ജോബ് പോസ്റ്റിംഗ്, അതിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ ക്രിയേറ്റ് ചെയ്യുക, എന്താണ് അയാൾക്ക് ഉള്ള ജോബ് എന്നുള്ള സംഗതികളൊക്കെ അതിൽ നോട്ടിഫൈ ചെയ്യുക. ദെൻ റെസ്യൂം സ്ക്രീനിങ് ആണ് നമുക്ക് കിട്ടി. ഇപ്പൊ ഈ ജോബ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടിയ റെസ്യൂംസ് ഒക്കെ സ്ക്രീൻ ചെയ്തിട്ട് ക്വാളിഫൈഡ് കാൻഡിഡേറ്റ് ആണെങ്കിൽ ഓക്കെ ഇന്റർവ്യൂയിങ് അറേഞ്ച് ചെയ്യുക. അത് ചിലപ്പോൾ നമുക്ക് ഓൺലൈൻ ഇന്റർവ്യൂ ആയിരിക്കും, അല്ലെങ്കിൽ ഓഫ്ലൈൻ ആയിരിക്കും. ഇപ്പൊ ക്വാളിഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ അവരെ റിജക്ട് ചെയ്യുക ഈ പോർഷനിൽ തന്നെ. പിന്നെ അവർക്ക് ജോബ് ഓഫർ ലെറ്റർ കൊടുക്കുക. ജോബ് ഓഫർ ലെറ്റർ ആക്സെപ്റ്റ് ചെയ്താൽ നെക്സ്റ്റ് ഓൺ ബോർഡിംഗിലേക്ക് പോവുക. ആക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഈ റെസ്യൂം സ്ക്രീനിങ്ങിലേക്ക് തന്നെ പോവാം. ദെൻ ഓഫർ ആക്സെപ്റ്റ് ചെയ്തു, ഓൺ ബോർഡിംഗ് പ്രോസസ് നടന്നു. അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുക. എന്തൊക്കെയാണ് നമ്മളുടെ SOPs, ഇപ്പോൾ കുറെ നമ്മളുടെ എല്ലാ പ്രോസസ്സുകളും ഓൺ റെക്കോർഡഡ് ആണ്, അത് അവർക്ക് കാണിച്ചു കൊടുക്കുക. പിന്നെ ഹോസ്പിറ്റൽ ടൂർസ്, പിന്നെ പ്രധാനപ്പെട്ട എല്ലാ ഏരിയകളും അവർക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് കൃത്യമാക്കുക. അതൊരു 1 to 3 ഡേയ്സിൻ്റെ ഉള്ളിൽ എല്ലാ പ്രോസസ്സും അവർക്ക് പുതിയ ആളുകൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാഫ് അറ്റൻഡൻസ് ആൻഡ് കമ്പൈൻസ് ആണ്. കൃത്യമായിട്ട് അറ്റൻഡൻസ് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ആരൊക്കെയാണ് ആബ്സെന്റീസ് ഉള്ളതെന്ന് നോക്കുക. പിന്നെ അത് ഈ ലേറ്റ് അറൈവൽസ് അല്ലെങ്കിൽ ഷിഫ്റ്റ് അഡ്ജസ്റ്റ്മെന്റിൽ ഇഷ്യൂസ് ഉള്ള ആൾക്കാരുണ്ടോ എന്ന് നോക്കാം. പിന്നെ എൻഷുർ ദ കമ്പൈൻസ് വിത്ത് ഹോസ്പിറ്റൽ പോളിസീസ്, അതായത് ഹോസ്പിറ്റലിന്റെ പോളിസീസ് ആയ ഡ്രസ് കോഡ്, ID, ബാഡ്ജ്, ബാക്കിയുള്ള സംഗതികളൊക്കെ കൃത്യമായിട്ടാണോ എല്ലാവരും ഫോളോ ചെയ്യുന്നത്. ഫോളോ ചെയ്യാത്ത ആളുകൾക്ക് കൃത്യമായിട്ട് ഇൻഫോം ചെയ്യാം. എന്നിട്ട് അവർക്ക് അവരുടെ ഫയലിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കുകയും ചെയ്യുക. റിക്രൂട്ട്മെന്റ് ആൻഡ് ഓൺ ബോർഡിംഗ്, സ്ക്രീനിങ് ന്യൂ ജോബ് അപ്ലിക്കേഷൻ ഫോർ ദ ഓപ്പൺ പൊസിഷൻ. ഏതെങ്കിലും പൊസിഷന് നമ്മൾ ആളുകളെ വേണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടേക്ക് വേണ്ട അപ്ലിക്കേഷൻസ് സ്ക്രീൻ ചെയ്യാം. ദെൻ ഷെഡ്യൂൾ കണ്ടക്ട് ഇന്റർവ്യൂ ആൻഡ് ഫോളോ അപ്സ്. കൃത്യമായിട്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ ഇന്റർവ്യൂസ് അറേഞ്ച് ചെയ്യുക, അതിന്റെ ഫോളോ അപ്പ് ചെയ്യുക. ഓൺ ബോർഡിംഗ് പ്രോസസ്സിൽ ന്യൂ ഹയർസ്, അതായത് പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് ഉള്ള ഓൺ ബോർഡിംഗ് പ്രോസസ്സ്, അവരുടെ ഡോക്യുമെന്റേഷൻ, ഓറിയന്റേഷൻ, ഈ സംഗതികളൊക്കെ കൃത്യമായിട്ട് കൊടുക്കുകയും ചെയ്യുക, ട്രെയിനിങ് അടക്കം. ദെൻ എംപ്ലോയി റിലേഷൻ ആൻഡ് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ്, അതായത് അഡ്രസ് ദ സ്റ്റാഫ് കൺസേൺസ് ഗ്രീവൻസ് പ്രോബ്ലി. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കേൾക്കുക. അപ്പൊ ഏതൊരു ഇഷ്യൂസും വരികയാണെങ്കിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടത് HR-ലാണ്. ഓക്കെ, അത് ആ രൂപത്തിൽ തന്നെ മുന്നോട്ട് പോവുക. ഓക്കെ, എപ്പോഴാണ് അത് നെക്സ്റ്റ് ലെവലിലേക്ക് എക്സ്കലേറ്റ് ചെയ്യേണ്ടതെന്ന് കൃത്യമായൊരു ധാരണ ഉണ്ടാക്കിയെടുക്കുക. ദെൻ കണ്ടക്ട് ദ കൗൺസിലിംഗ് സെഷൻ ഫോർ ദ സ്റ്റാഫ് വിത്ത് പെർഫോമൻസ് ഇഷ്യൂ. ഏതെങ്കിലും സ്റ്റാഫുകൾക്ക് പെർഫോമൻസ് ഇഷ്യൂ ഉണ്ടെങ്കിൽ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം? ഒരു KPI എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അത് ഓരോരുത്തരുടെയും ഇത്ര മാസം കൊണ്ട് അല്ലെങ്കിൽ ഇത്ര സമയം കൊണ്ട് ഉണ്ടാവേണ്ട ഗ്രോത്ത് അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് വെക്കുക. ഇപ്പൊ ലാബിലാണെങ്കിൽ, ഫാർമസിയിലാണെങ്കിൽ, ഇപ്പൊ ഒരു ട്രെയിനി സ്റ്റാഫ് വന്നിട്ടുണ്ടെങ്കിൽ അയാളുടെ 3 മന്തിന്റെ ഗ്രോത്ത് പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ടാക്കുക. എന്നിട്ട് അങ്ങനെ അവര് നല്ല ഫ്രൂട്ട്ഫുൾ ആയിട്ട് അവർക്ക് കൃത്യമായിട്ട് അവർക്ക് ഉപകാരം ഉണ്ടാവുന്ന രീതിയിൽ അവര് ടൈം മാനേജ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. മെയിൻറ്റെയിൻ ദ കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് പ്രൊഫഷണലിസം ഇൻ HR ഡീലിംഗ്സ്. ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യുക. പേറോൾ ആൻഡ് സാലറി പ്രോസസിംഗ്, വെരിഫൈ ദ അറ്റൻഡൻസ് റെക്കോർഡ് ആൻഡ് ഓവർ ടൈം ഹോഴ്സ്. കൃത്യമായിട്ട് അറ്റൻഡൻസ് കൃത്യമായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നതാണ്. കൃത്യമായിട്ട് അറ്റൻഡൻസ് നോക്കുക, അത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുക. ആൾ സാലറി കോമ്പൗണ്ട്സ് ലൈക്ക് ഇൻസെന്റീവ്സ്, ഡിഡക്ഷൻസ്, ESI, PF ഇതെല്ലാം കറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ പ്രോസസ് പേറോൾ ഇൻ കോർഡിനേഷൻ വിത്ത് അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റ്. ഇത് പേറോൾ നമുക്ക് അതിന്റെ എക്സിക്യൂഷന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റ് കൂടി ഇൻക്ലൂഡ് ചെയ്യിച്ച് വേണം ഈ സംഗതികൾ ചെയ്യാൻ. പക്ഷെ അവര് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ട ഡോക്യുമെന്റ്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കണം. അതായത് അവരെ അറ്റൻഡൻസ്, അതേപോലെ തന്നെ ബാക്കിയുള്ള ഓവർ ടൈം, ഈ സംഗതികളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ കളക്ട് ചെയ്തിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പേറോളിന്റെ പ്രിപ്പറേഷനും പ്രീ പേറോളും, അതേപോലെ പേറോൾ പ്രോസസ്സ്, പോസ്റ്റ് പേറോൾ, അതിന്റെ ചെറിയൊരു ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ആണ് നമ്മുടെ HR ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തൊരു ഏരിയ. ഷെഡ്യൂൾഡ് മന്ത്ലി ട്രെയിനിങ് പ്രോഗ്രാം ഫോർ
ഓൾ സ്റ്റാഫ്സ്, മെഡിക്കൽ നോൺ മെഡിക്കൽ സ്റ്റാഫുകൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാ മാസങ്ങളിലും എല്ലാവരും കൃത്യമായ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിരിക്കണം. അതിന് നമുക്ക് ട്രെയിനിങ് ലോഗ് വേണ്ടി വരും, ട്രെയിനിങ് ബുക്ക് വേണ്ടി വരും. അത് കൃത്യമായിട്ട് എല്ലാവരും എത്ര ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നുള്ളതെല്ലാം അവരുടെ ഫയലിൽ അപ്ഡേറ്റ് ചെയ്യുകയും വേണം. എൻഷുർ ദ കമ്പനീസ് വിത്ത് ദ ഹെൽത്ത് കെയർ റെഗുലേഷൻസ് ആൻഡ് NABH സ്റ്റാൻഡേർഡ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതിൽ ഓരോ ട്രെയിനിങ്ങുകളിലും അത് കൃത്യമായിട്ട് പാലിക്കുകയും വേണം. മോണിറ്റർ ദ സ്റ്റാഫ് പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ് പ്ലാൻ. അതായത് ഇപ്പോൾ നമുക്ക് ഇപ്പൊ നേരത്തെ ഞാൻ അത് പറഞ്ഞു, ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലും പിന്നെ എന്താണ് നമുക്ക് ഓരോരുത്തരെ സ്റ്റാഫുകളുടെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള പ്ലാനിങ് നടത്തുകയും വേണം. എന്നിട്ട് അവർ ആ രീതിയിലേക്ക് വിത്തിൻ നമ്മളെ ഒരു ടൈം പീരീഡിന്റെ ഉള്ളിൽ ആ രീതിയിലേക്ക് വരുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുകയും വേണം. HR ഡോക്യുമെന്റേഷൻ ആൻഡ് റെക്കോർഡ് മാനേജ്മെന്റ്, മെയിൻറ്റെയിൻ എംപ്ലോയീസ് ഫയൽ, കോൺട്രാക്ട് ആൻഡ് അപ്രൈസൽസ്. എംപ്ലോയീസ് ഫയൽ എല്ലായ്പ്പോഴും നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ ഈ ഇടയ്ക്കുള്ള ഈ പ്രശ്നങ്ങൾക്ക് തീരും. എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ ട്രെയിനിങ് കഴിയുമ്പോഴും ഇവരുടെ ഡോക്യുമെന്റ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അവരുടെ ഏതെങ്കിലും പുതിയ കോഴ്സുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരോട് ചോദിക്കുക, അതിനനുസരിച്ചിട്ട് അതിന്റെ സർട്ടിഫിക്കറ്റ്സ് സംഗതികളൊക്കെ അതിൽ അപ്ഡേറ്റ് ചെയ്യുക. ദെൻ അപ്ഡേറ്റ് HR ഡാറ്റാബേസ് ദ ന്യൂ ഹെയർസ് ആൻഡ് റെസിഗ്നേഷൻ ആൻഡ് ട്രാൻസ്ഫർ. പിന്നെ അവരിപ്പോ റിസൈൻ ചെയ്യുകയോ അല്ലെങ്കിൽ ബാക്കിയുള്ള സംഗതികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് ഡാറ്റാബേസ് ഉണ്ടായിരിക്കുക. നമ്മളിപ്പോ പിന്നെ മാനുവലി ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് ഫ്യൂച്ചറിൽ തന്നെ അത് ഓൺലൈൻ അത് നമ്മുടെ പിന്നെ സോഫ്റ്റ്വെയർ രീതിയിലേക്ക് മാറുകയും ചെയ്യും. ട്രാക്ക് കോൺട്രാക്ട് റിന്യൂവൽസ്, പ്രൊബേഷൻ പീരീഡ്സ് ആൻഡ് റിവ്യൂസ്. കൃത്യമായിട്ട് പ്രൊബേഷൻ എത്ര മാസം കൊണ്ട് കഴിയും അല്ലെങ്കിൽ ഓരോ ഇയർലി അവരുടെ വരുന്ന അപ്രൈസൽസ്, ഈ സംഗതികളൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുകയും ചെയ്യുക. പെർഫോമൻസ് മാനേജ്മെന്റ് ആൻഡ് അപ്രൈസൽസ്. മോണിറ്റർ ദ KPIs ഫോർ ദ ഹോസ്പിറ്റൽ സ്റ്റാഫ് ആൻഡ് പ്രൊവൈഡ് ഫീഡ്ബാക്ക്. കൃത്യമായിട്ട് കീ പെർഫോമൻസ് ഇൻഡെക്സ് എന്നാണ് പറയാം. അതായത് ഒരു ഇൻചാർജ് ആണെങ്കിൽ അല്ലെങ്കിൽ ആ ഇൻചാർജിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പിന്നെ പെർഫോമൻസ് ഏത് ലെവൽ വരെയാണെന്നുള്ളത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കാം. ഓക്കെ, എന്നിട്ട് ആ ഇൻചാർജിന്റെ പിന്നെ എഫേർട്ട് നമുക്ക് ആ ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതേപോലെ തന്നെ ഓരോരുത്തരുടെയും ഓരോ സ്റ്റാഫുകളുടെയും പെർഫോമൻസ് ഇപ്പൊ നമ്മൾ എല്ലാവരും ഇപ്പൊ അക്കൗണ്ടബിൾ ആണ്. ഓക്കെ, അപ്പൊ ആ രൂപത്തിൽ തന്നെ കൃത്യമായിട്ട് ഓരോ സംഗതികൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അസിസ്റ്റ് കണ്ടക്ടിങ് ക്വാർട്ടർലി ആൻഡ് ആനുവൽ പെർഫോമൻസ് അപ്രൈസൽസ്. അതായത് ഇയർലിയോ അല്ലെങ്കിൽ ഇപ്പോൾ ക്വാർട്ടർലി ആനുവൽ പെർഫോമൻസ് അനുസരിച്ചിട്ട് നമ്മുടെ സാലറി ഇൻക്രിമെന്റ് സംഗതികളൊക്കെ അല്ലെങ്കിൽ പോസ്റ്റ് പ്രൊമോഷൻസ്, ഈ സംഗതികളൊക്കെ കൃത്യമായിട്ട് അതിലൊക്കെ അസിസ്റ്റ് ചെയ്യാം, മാനേജ്മെന്റിനെ അസിസ്റ്റ് ചെയ്യാം. അതേപോലെ കാരണം ചിലപ്പോൾ നമ്മൾ ആനുവലി ഒരു ഇത്ര പെർസെന്റേജ് ആയിരിക്കും സാധാരണ പിന്നെ എല്ലാവർക്കും അപ്രൈസൽ ഉണ്ടാവാം. പക്ഷെ കൂടുതൽ അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്യുന്ന, വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോൾ ക്വാർട്ടറിലൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അത് അങ്ങനെയുള്ള ആളുകളുടെ കൃത്യമായി നോട്ട് ചെയ്യുകയും റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യുക. ആൻഡ് റെക്കമെൻഡ് പ്രൊമോഷൻ ഇൻസെന്റീവ്സ് ആൻഡ് ഡിസിപ്ലിനറി നോട്ട്സ്. കൃത്യമായിട്ട് പ്രൊമോഷൻ വേണ്ട അല്ലെങ്കിൽ ഇൻസെന്റീവ് വേണ്ട ഡിസിപ്ലിനറി ആക്ഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് മാനേജ്മെന്റിനോട് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യുക. കമ്പൈൻസ് ആൻഡ് ലീഗൽ ഡോക്യുമെന്റേഷൻ. എൻഷുർ ദ കമ്പൈൻസ് വിത്ത് ലേബർ ലോ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെന്നും അതിന്റെ ഡോക്യുമെന്റ്സ് കൃത്യമായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ടെന്നും പിന്നെ ഉറപ്പുവരുത്തുക. കീപ് അപ്ഡേറ്റ് ദ റെക്കോർഡ്സ് ഫോർ ദി എംപ്ലോയി ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റിക്വയർമെന്റ്സ്. ഇപ്പോൾ നമ്മളെ വാക്സിനേഷൻ കാർഡ് അതേപോലുള്ള സംഗതികൾ എല്ലാവർക്കും എല്ലാ സ്റ്റാഫുകളും കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് അവരുടെ ഫയലുകൾ വെച്ചിട്ട് ഉറപ്പുവരുത്തുക. ദെൻ അസിസ്റ്റ് വിത്ത് HR ഓഡിറ്റ്സ്, ലീഗൽ ഡോക്യുമെന്റേഷൻ റിക്വയർഡ്സ്. എന്തെങ്കിലും ലീഗൽ റിക്വയർമെന്റ്സ് ഉണ്ടെങ്കിൽ HR ഓഡിറ്റ്സ് കൃത്യമായിട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ ചെയ്യേണ്ട റിപ്പോർട്ടിംഗ് ആൻഡ് പ്ലാനിംഗ് ആണ്. സബ്മിറ്റ് ഡെയിലി HR റിപ്പോർട്ട് ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യുക. പ്ലാൻ ഫോർ ദി നെക്സ്റ്റ് ഡേ ഇന്റർവ്യൂ. അടുത്ത ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങുകളും മീറ്റിങ്ങുകളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ട്രെയിനിങ് സെഷൻസ് എന്തൊക്കെയാണോ അത് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് ഡോക്യുമെന്റ് ചെയ്ത് മാറ്റുക. അതേപോലെ തന്നെ അഡ്രസ് എന്തെങ്കിലും അർജന്റ് ആയിട്ടുള്ള HR ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സൈൻ ഓഫിന് മുമ്പ് തന്നെ കൃത്യമായിട്ട് അതിന്റെ ഓതറൈസ്ഡ് പേഴ്സൺസിന് റിപ്പോർട്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് സാധാരണ പിന്നെ HR എക്സിക്യൂട്ടീവ് എന്നുള്ള നിലയിൽ ഒരാളുടെ ഡെയിലി പ്രോസസ് ആയിട്ട് ഉണ്ടാവുക.